അവൻ ദിവസവും ചെറിയ മൃഗങ്ങളെ പിടിച്ചു കഴിക്കും. ആരും സുരക്ഷിതരായിരുന്നില്ല. ഇല്ല. അവൻ ദിവസവും ചെറിയ മൃഗങ്ങളെ പിടിച്ചു കഴിക്കും. ആരും സുരക്ഷിതരായിരുന്നില്ല. പാന്തർ ഞങ്ങളെ സഹായിക്ക്, വലിയ പാമ്പ് വന്നു. ഓഹോ, ഞാൻ വരാം. പാന്തർ പോരാട്ടം തുടങ്ങി. പാന്തറും പാമ്പുമായുള്ള ശക്തിയായ പോരാട്ടം. പക്ഷേ പാമ്പ് വളരെ ശക്തനായിരുന്നു. പല വർഷം ശ്രമിച്ചിട്ടും പാമ്പിനെ കീഴ്പ്പെടുത്താനായില്ല. പാമ്പ് പാന്തറിനെ വളരെ മാരകമായി പരിക്കേൽപ്പിച്ചു. വളരെ മാരകമായി പരിക്കുകൾ കാരണം പാന്തർ പരാജയം സമ്മതിച്ചു. പാന്തറിനെ തോൽപ്പിച്ച് പാമ്പ് വീണ്ടും കാട്ടിലേക്ക് ഇഴഞ്ഞുപോയി. പാന്തർ ഗുരുതരമായി പരിക്കേറ്റു. മൃഗങ്ങൾ വിഷമിച്ചു. പാന്തറിന് വേഗം ചികിത്സ നൽകണം. ഞാൻ ചെടികൾ കൊണ്ടുവരാം. ഞാൻ പച്ചക്കറി പേസ്റ്റ് തയ്യാറാക്കാം. വള്ളികൾ പാന്തറിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ പാന്തർ പിന്നെയും സുഖം പ്രാപിച്ചു. പാന്തർ പിന്നെയും പാമ്പുമായുള്ള പോരാട്ടത്തിന് തയ്യാറായി. പാന്തർ അതിശക്തമായി തന്നെ പാമ്പുമായി പോരാടി. പാമ്പിനെ ഈ കാട്ടിൽ നിന്ന് തുരത്തേണ്ടത് പാവമൃഗങ്ങളുടെ ജീവന് തന്നെ നല്ലതാണ്. പാന്തറുമായുള്ള ഏറ്റുമുട്ടലിൽ പാമ്പിന് അതിമാരകമായ പരിക്കുകളുണ്ടായി. പാമ്പ് തോൽവി സമ്മതിച്ചു. തവണ കൂടുതൽ ശക്തിയോടെ പോരാടി